നമ്മുടെ സൈന്യത്തിൻ്റെ കൂടെ പരേഡ് നടത്തിയപ്പോൾ റോബോട്ടിക് ഡോഗുകൾ കൂടി പരേഡ് നടത്തുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡോഗാണ്. 4 കാലുള്ള റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കും, അല്ലാണ്ട് ഇൻഡസ്ട്രിയൽ വെർഷനും ഉണ്ട്, മിലിറ്ററി വെർഷനും ഉണ്ട്. നമ്മൾക്ക് കയറാൻ പറ്റാത്ത സ്ഥലത്ത് നമുക്ക് ഈ റോബോട്ട് ഡോഗിനെ അതിൻ്റെ അകത്തോട്ട് കയറ്റി. നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയുടെ അന്ന് കണ്ടതാണ് നമ്മുടെ സൈന്യത്തിൻ്റെ കൂടെ പരേഡ് നടത്തിയപ്പോൾ റോബോട്ടിക് ഡോഗുകൾ കൂടി പരേഡ് നടത്തുന്നത്. അത് നമുക്ക് വളരെയധികം വ്യത്യസ്തമായ ഒരു അനുഭവമാണ്, വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് തന്നത്. ഏതായാലും ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ അത്തരത്തിലുള്ള റോബോട്ടിക് ഡോഗുകൾ കൂടിയുണ്ട്. ഇതിനെ കോഡ് റപ്പഡ് റോബോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാലും യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് ആണ് അതിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. യുണീക്ക് വേൾഡ് റോബോട്ടിക്കിൻ്റെ പ്രതിനിധി ആനന്ദ് നമ്മോടൊപ്പം ചേരും. എന്തൊക്കെയാണ് ഈ റോബോട്ടിക് ഡോഗിൻ്റെ പ്രത്യേകതകൾ, എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ആനന്ദ് നമസ്കാരം. എന്തിനൊക്കെയാണ് ഈ കോഡ് റപ്പഡ് റോബോട്ട് എന്ന റോബോട്ടിക് ഡോഗിനെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡോഗാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റോബോട്ടിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് 4 കാലുള്ള റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കും, അതിൻ്റെ സെൻസേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കാലിലെ മൂവ്മെൻറ്റിൽ മോട്ടേഴ്സ് എന്ത് മോട്ടർ യൂസ് ചെയ്യണേ, പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി അങ്ങനത്തെ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ കൂടുതൽ യൂസ് ചെയ്യണത്. ഇതല്ലാണ്ട് തന്നെ നമുക്ക് ഇത് 3 വെറൈറ്റി ടൈപ്പിലാണ് വന്നത്. ഇതിപ്പോൾ എഡ്യൂക്കേഷണൽ ഡോഗാണെന്ന് നമ്മൾ പറഞ്ഞേക്കണേ. ഇതല്ലാണ്ട് ഇൻഡസ്ട്രിയൽ വെർഷനും ഉണ്ട്, മിലിറ്ററി വെർഷനും ഉണ്ട്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേക്ക് പരേഡ് നടത്തിയതൊക്കെ മറ്റേ മിലിറ്ററി വെർഷനാണ് പരേഡ് നടത്തിയത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് മറ്റേ വ്യവസായ സ്ഥലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, സെക്യൂരിറ്റി, അതിനൊക്കെ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു വെർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മിലിറ്ററി വെർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ ഇതിൽ മാത്രം യൂസ് ചെയ്യണ ഡോഗ്സ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചൈനീസ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ഡോഗ്സാണ് ഈ മിലിറ്ററി എഡിഷൻ വരുന്നത്. അതൊക്കെയാണ് നമുക്ക് കൂടുതൽ ഈ കാര്യത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ സാധാരണയായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയും? നമുക്കിപ്പോൾ ഒരു ഗ്യാസ് ലീക്ക് വന്നെന്ന് വിചാരിച്ചു. നമുക്ക് ആ സമയത്ത് നല്ല ഗ്യാസ് ലീക്കാണ്, നമുക്കത് ശ്വസിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് വരുമോ, ഇതിൻ്റെ മുകളിലൊരു റെയിൽ വന്നിട്ടുണ്ട്. ആ റെയിലിൽ നമുക്കൊരു റോബോട്ടിക് ആം എന്നൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ആ റോബോട്ടിക് ആം വെച്ചിട്ട് നമുക്ക് ഒരു കൈ നമ്മുടെ എങ്ങനെ യൂസ് ചെയ്യണോ ആ യൂസ് ചെയ്ത് ഇപ്പോൾ എന്തെങ്കിലും സ്പാനർ എന്തെങ്കിലും ടൈറ്റ് ചെയ്യാനോ ലൂസ് ചെയ്യാനോ അതൊക്കെ നമുക്ക് ആ ഒരു റോബോട്ടിക് ആം വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അനായാസമായി അപകട സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും. കാരണം നമ്മൾക്ക് കയറാൻ പറ്റാത്ത സ്ഥലത്ത് നമുക്ക് ഈ റോബോട്ട് ഡോഗിനെ അതിൻ്റെ അകത്തോട്ട് കയറ്റി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് വലിയൊരു തീപിടുത്തം ഉണ്ടായാൽ അവിടേക്ക് നമുക്ക് നമ്മുടെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക് എത്താൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള റോബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം പമ്പ് ചെയ്യുന്ന ഹോസുകൾ അവിടേക്ക് എത്തിച്ച് എവിടെയാണോ ആ പ്രഭവ സ്ഥാനം അവിടേക്ക് പമ്പ് ചെയ്ത് തീ അണയ്ക്കാൻ കഴിയും അല്ലേ? പിന്നെ അതല്ലാണ്ട് നമുക്ക് മറ്റേ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്. ആ സെൻസർ വെച്ച് നമുക്ക് ഒരു റിമോട്ടായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാക്ട്ലി നമുക്കിപ്പോൾ ഓരോ ഇൻഡസ്ട്രീസിലും ഓരോ സെക്യൂരിറ്റി ക്യാമറാസിന് പകരം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട്. നമുക്ക് ഓരോരുത്തർ വർക്ക് ചെയ്യേണ്ട ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്കിത് ഓട്ടോമാറ്റിക് മോഡ് ഇടാം. ഓട്ടോമാറ്റിക് മോഡ് ഇട്ട് നമ്മുടെ ഇൻഡസ്ട്രി ഫുൾ ഒന്ന് മാപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് ചുറ്റിനും എവിടെയാണ് പോകേണ്ടത് ഫുൾ അത് സർവൈലൻസ് ചെയ്ത് നടന്നോളും. നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ നമുക്ക് കിട്ടും. അതിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലെല്ലാം എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ കോഡ് റപ്പഡ് റോബോട്ട് എന്ന റോബോട്ടിക് ഡോഗിനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജെയിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക. 50 രൂപ മാത്രമാണ് ഫീസ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തി ഇതൊക്കെ പരിചയപ്പെടാം. അത് മാത്രമല്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെർച്വൽ ഗെയിംസ് ഉണ്ട്, VR ഗെയിംസ് ഉണ്ട്. അതും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. കൊച്ചിയിൽ നിന്ന് DK ദിലീപിനും പ്രത്യുഷനുമൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.